കൈകളിലേക്ക് തുമ്മുന്നവർ സൂക്ഷിക്കുക. ചുമയ്ക്കുകയും തുമ്മുകയും ചെയ്യുമ്പോൾ കൈകൾ കൊണ്ട് മറച്ചുപിടിക്കുന്നത് നല്ല ശീലമാണെന്നാണ് മിക്കവരുടെയും ധാരണ. അതുപോലെ തന്നെ മൂക്കിലും കണ്ണിലും വായിലും വിരൽ കൊണ്ട് സ്പർശിക്കുന്ന ദുശീലമുള്ളവരുമേറെ. എന്നാൽ ഇതെല്ലാം തെറ്റായ ശീലങ്ങളാണ്. ഇത്തരം ശീലമുള്ളവർ സൂക്ഷിക്കുക. കൈകളിലേക്ക് ചുമയ്ക്കുകയും തുമ്മുകയും ചെയ്ത ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. കണ്ണ്, മൂക്ക്, ചെവി, വായ തുടങ്ങിയ ഭാഗങ്ങളിൽ സ്പർശിക്കാനിടയായാലും അപ്രകാരം ചെയ്യുക. എല്ലായ്പ്പോഴും കയ്യിൽ തൂവാല ഒപ്പം കരുതുക. തൂവാലയില്ലാത്ത അവസരങ്ങളിൽ തുമ്മൽ വന്നാൽ കൈമടക്കുകളിലേക്കോ വസ്ത്രഭാഗങ്ങളിലേക്കോ തുമ്മാം. പക്ഷേ വെള്ളവും സോപ്പും ലഭ്യമാകുന്ന ഇടമെത്തിയാൽ കഴുകാൻ മറക്കരുത്. അത് മറക്കുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് രോഗമെത്തുന്നതിൻ്റെ കണ്ണിയായി നമ്മൾ മാറുന്നത്. പല രോഗങ്ങളും പകരുന്നത് മുൻകരുതലുകൾ മറന്നുപോകുമ്പോഴാണ്. രോഗികളെ പരിചരിക്കുന്നത് മഹത്തരം. പക്ഷേ അതിനുശേഷം കൈകൾ അണുനാശിനി ഉപയോഗിച്ച് കഴുകാൻ മറന്നാലോ രോഗം നമ്മളിലെത്തും, പിന്നെ മറ്റു പലരിലും എത്തും. H1N1 പോലെയുള്ള പനികൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത് രോഗി ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം കൈകഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ്. ആഹാരം തയ്യാറാക്കുന്നതിനും കഴിക്കുന്നതിനും മുൻപും പിൻപും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ശുചിയാക്കുക. ഹസ്തദാനത്തിന് ശേഷവും വാതിൽപ്പടി പോലുള്ള പൊതുവായി ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ സ്പർശിച്ചതിന് ശേഷവും കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. വീടുകളിലും സ്കൂളുകളിലും ഓഫീസുകളിലും അയൽക്കൂട്ടങ്ങളിലും ക്ലബ്ബുകളിലുമൊക്കെ കൈ കഴുകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഓഫീസുകളുടെയും ശുചിമുറികളിലും പൊതു കക്കൂസുകളിലും ബാത്റൂമുകളിലും ഹാൻഡ് വാഷും വെള്ളവും ഉണ്ടെന്ന് ഉറപ്പാക്കണം.